ഇന്നത്തെ എപ്പിസോഡിൽ മിഴിരണ്ടിലും കാണിക്കുന്നത് കവിത പെൺഡ്രൈവ് തട്ടിപ്പറിച്ച് മേടിച്ചുകൊണ്ട് അമ്മുവിൻ്റെ കയ്യിൽ നിന്ന് പോകുന്നു. എന്നിട്ട് അമ്മു വേഗം ദിനേശ് ചേട്ടൻ്റെ അടുത്ത് ചെന്ന് പറയുകയാണ്, കവിത ചേച്ചി എൻ്റെ കയ്യിൽ നിന്ന് പെൺഡ്രൈവ് തട്ടിപ്പറിച്ചു കൊണ്ടുപോയി ദിനേശ് ചേട്ടാ, ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല, ഇനി എനിക്ക് മരിച്ചാൽ മതി എന്നും പറഞ്ഞ് ദിനേശിൻ്റെ മുന്നിൽ വെച്ചിരുന്ന് അമ്മു കരയുകയാണ്. ദിനേശൻ ചോദിക്കുകയാണ്, കവിത അതും കൊണ്ട് എങ്ങടേക്കാണ് പോയത്, റൂമിലോട്ടാണോ പോയത്, ഹോളിലോട്ടാണോ പോയത്, എവിടേക്കാണ് പോയതെന്ന് അമ്മുവിനോട് ചോദിക്കുകയാണ്. അപ്പോൾ അമ്മു പറയുകയാണ്, ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് റൂമിലേക്കാണ് പോയതെന്ന് പറയുകയാണ്. സമയം ദിനേശൻ അവിടെ നിന്ന് ഓടുകയാണ്. ഇതേസമയം അമ്മു ആണെങ്കിൽ പൊട്ടിക്കരഞ്ഞ് ആ ബെഡിൽ ഇരിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് കവിതേനെയാണ്. കവിത ഓടിച്ചെന്ന് റൂം തുറന്ന് റൂം കുറ്റിയിട്ട് ഭയങ്കര സന്തോഷത്തിൽ പെൺഡ്രൈവും കൊണ്ട് പോവുകയാണ്. എന്നിട്ട് നേരെ ലാപ്ടോപ്പിലേക്ക് കുത്താൻ ചെല്ലുകയാണ്. അപ്പോഴത്തേക്കും കവിതയ്ക്കൊരു കോൾ വരികയാണ്. അപ്പോൾ കവിത ഫോൺ എടുത്തിട്ട് എന്താ രാജീവ് എന്ന് പറയുകയാണ്. അതിനുശേഷം കവിത പറയുകയാണ്, അത് ഞാൻ ഗൗതത്തിനോട് പറഞ്ഞാണല്ലോ എന്നൊക്കെ പറഞ്ഞിങ്ങനെ സംസാരിക്കുകയാണ്. കഴിഞ്ഞിട്ട് പറയുകയാണ് ദേഷ്യത്തോടെ, രാജീവ് ടെൻഡർ മാറ്റി കൊടുക്കുന്നത് പുതിയ കാര്യമൊന്നുമല്ലല്ലോ, ആ ഫയൽ നേരെ അക്കൗണ്ട്സിലേക്ക് കൊടുക്കാനൊക്കെ പറയുകയാണ് കവിത. ശേഷം പറയുകയാണ്, സഞ്ജുവിനോട് ചോദിച്ച് നിസ്സാര കാര്യങ്ങൾക്കൊക്കെ തീരുമാനം എടുക്കാതെ മര്യാദയ്ക്ക് ഞാൻ പറയുന്ന പോലെ കേട്ടാൽ മതി എന്നൊക്കെ പറഞ്ഞ് ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു കതകിൽ മുട്ടുകയാണ് കേട്ടോ. അപ്പോൾ ഇത് ആരാണെന്ന് നോക്കാൻ വേണ്ടിയിട്ട് കവിത വാതിൽ തുറന്ന് ചെല്ലുകയാണ്. അത് വേറെ ആരും ഇല്ലായിരിക്കും, സഞ്ജു ആയിരിക്കും വരുന്നത്. സഞ്ജു പറയണം, അപ്പിച്ചി ബിസി ആണോ, കുറച്ച് ഫയൽ കയ്യിലുണ്ട് കേട്ടോ, അപ്പിച്ചി ബിസി ആണോ, കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന് പറയും കേട്ടോ. അപ്പോൾ കവിത പറയും, ബിസി അല്ല, വന്നിരിക്കാൻ പറയും കേട്ടോ. അങ്ങനെ അവരിരുന്ന് സംസാരിക്കുകയാണ്. എന്നിട്ട് ഇത് കോർപ്പറേഷനിൽ കൊടുക്കുന്ന ഫയലാണല്ലോ, ഇതെന്താ എവിടെയെന്ന് ചോദിക്കുകയാണ് കേട്ടോ. അതുതന്നെ ഞാനും ചോദിക്കുന്നത്, എല്ലാ കാര്യങ്ങളും അപ്പിച്ചില്ലേ നോക്കുന്നത്, എന്നിട്ട് എന്താണിത് തീരുമാനമാകത്തേന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ സഞ്ജു ഇങ്ങനെ ചോദിക്കണം. ദേഷ്യപ്പെട്ട് തന്നെയാണ് കവിതയോട് ചോദിക്കുന്നത്. അയ്യോ മോനെ, ഞാനത് ഓർത്തില്ല എന്നൊക്കെ പറഞ്ഞ എക്സ്ക്യൂസൊക്കെ പറയുകയാണ് കവിത. ഇതേ സമയം ദിനേശൻ അങ്ങടേക്ക് വരികയാണ് കേട്ടോ. ദിനേശൻ അങ്ങടേക്ക് വന്നിട്ട് നേരെ നോക്കുന്നത് ലാപ്ടോപ്പിലേക്ക് ആയിരിക്കട്ടെ. അപ്പം ലാപ്ടോപ്പിൽ പെൺഡ്രൈവ് കുത്തിയിട്ടേക്കുന്നത് ദിനേശൻ കാണും. ഓടി ചെന്ന് ദിനേശൻ ഊരിയിട്ട് ഓടാൻ നോക്കുമ്പോഴത്തേക്കും നമ്മുടെ സഞ്ജു കയറി പിടിക്കുക. എന്താ ചെയ്യുന്നത് എന്നൊക്കെ ചോദിച്ചിട്ട് സഞ്ജു കയറി പിടിക്കുകയാണ് കേട്ടോ ദിനേശനെ. ഞങ്ങൾ വൃത്തിയേട് കാണിക്കുന്നു എന്നൊക്കെ പറയും. സഞ്ജു വീട്. അപ്പോൾ അങ്ങനെ സഞ്ജു മേടിക്കുന്നൊക്കെ പറഞ്ഞ കവിത പറയണം കേട്ടോ. അവിടെ കടന്ന് 3 പേരും കൂടി അങ്ങോട്ട് പിടിച്ചു വലി നടത്തുകയാണ്. ദിനേശൻ സഞ്ജുവിനെയും കവിതേനെയും ഉന്തി ഇട്ടിട്ട് ഇത് എൻഡ് ചെയ്താന്നും പറഞ്ഞിട്ട് അവിടെ നിന്ന് എടുത്തിട്ട് ഒറ്റ ഓട്ടം ഓടും കേട്ടോ. ഓടി കണ്ടില്ലേ സഞ്ജു ദിനേശൻ്റെ മാനേഴ്സില്ലാത്ത പെരുമാറ്റം എന്നൊക്കെ പറഞ്ഞ് ദിനേശനെ കുറ്റം പറയുകയാണ് സഞ്ജുവിൻ്റെ അടുത്ത് കവിത. ഞാനിത് സഹിക്കാൻ തുടങ്ങിയിട്ട് കുറേ കാലം സദാ സമയം എൻ്റെ പുറകെ കൂടെ നടന്ന് എന്നെ ശല്യം ചെയ്തുകൊണ്ടിരിക്കുക എന്നൊക്കെ ഇങ്ങനെ കവിത പറയുകയാണ്. ഇയാൾക്ക് ഇതുവരെ ഒരു മാറ്റം വന്നില്ലേന്ന് ഇങ്ങനെ സഞ്ജു ചോദിക്കുകയാണ്. ദിനേശൻ എങ്ങനെ മാറ്റം വരാനാന്നൊക്കെ കവിത പറയുകയാണ്. അവൻ്റെ അടവുകളാണ്, ദിനേശനും അമ്മുവും കൂടി ചേർന്ന് പല ഒത്തുകളികളും നടക്കുന്നുണ്ടെന്നൊക്കെ പറയണം. അപ്പോൾ സഞ്ജു പെട്ടെന്ന് അപ്പച്ചി ക്ഷമിക്കാനൊക്കെ അങ്ങനെ പറയുകയാണ് കവിതയോട്. ദിനേശൻ്റെ കയ്യിൽ നിന്ന് പെൺഡ്രൈവ് ഞാൻ വാങ്ങിത്തരാം, എന്തായാലും അപ്പച്ചി ഈ ഫയലിൻ്റെ കാര്യത്തിൽ ഒരു തീർപ്പ് കൽപ്പിക്കാൻ പറഞ്ഞിട്ട് സഞ്ജു അവിടെ നിന്ന് പോവുകയാണ്. എന്തായാലും ഇപ്പോൾ വലിയ കാര്യം ആ പെൺഡ്രൈവ് തന്നെയാണ്. നിൻ്റെ മുന്നിൽ വെച്ചാണ് ആ ദിനേശൻ ഇപ്പോൾ ഇവിടെ വന്ന് അതിക്രമം കാണിച്ച് അത് എടുത്തുകൊണ്ട് പോയത്, അത് എനിക്കിപ്പോൾ തന്നെ വേണമെന്ന് കവിത പറയുകയാണ്. വെട്ടിച്ച് ആ ദിനേശൻ ഇതുപോലെ പല തരികിട പരിപാടികൾ ഒപ്പിച്ചിട്ടുണ്ട്, ഇതൊന്നും എനിക്ക് സഹിക്കാൻ പറ്റില്ല സഞ്ജുവിനോട് പറയുകയാണ് കവിത. കൊണ്ടുള്ള ഉപദ്രവം തീർന്നു എന്നാണ് ഞാൻ വിചാരിച്ചത്, അപ്പച്ചി വന്നായിരുന്നു, ഞാൻ അയാൾക്കടെ ഇപ്പം തന്നെ മേടിച്ച് തരാമെന്ന് പറഞ്ഞ് സഞ്ജു കവിതേനെയും കൂട്ടി പോവുകയാണ്. സമയം പ്രഭ ഓരോ കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ട് ഹാളിൽ ഇരിക്കുന്നുണ്ടാവും കേട്ടോ. കാണും ദിനേശൻ ആ പെൺഡ്രൈവ് എടുത്ത് പോക്കറ്റിലിടുന്നത് പ്രഭ കാണും. എന്നിട്ട് ദിനേശൻ വന്ന് നല്ല ചിരിച്ചിട്ട് ചോദിക്കും, പ്രഭേട്ടൻ എപ്പോൾ വന്നു ചോദിക്കട്ടെ. അപ്പോൾ ഇങ്ങനെ പ്രഭ ചോദിക്കുക, എന്താ ദിനേശ നിൻ്റെ മുഖത്തൊരു കല്ലലക്ഷണം, നീ എന്താ പരിപാടി ഒപ്പിച്ചതെന്നൊക്കെ പ്രഭ ചോദിക്കുകയാണ്. നിനക്ക് അല്ലറ ചില്ലറ പൊടിക്കൈകളൊക്കെ ഉണ്ടെന്ന് എനിക്കറിയാം, കാവ്യ ഉപേക്ഷിച്ചപ്പോൾ നിങ്ങൾക്ക് മറ്റു പരിപാടി തുടങ്ങിയെന്നൊക്കെ ദിനേശനോട് ചോദിക്കുകയാണ്. ഇതേസമയം സഞ്ജുവും കവിതയും കൂടി മേളിൽ നിന്ന് ഇറങ്ങി വരികയാണ്. അങ്ങനെയാണ് എന്നെ കാണുന്നതെന്ന് ചോദിക്കുകയാണ് ദിനേശൻ. അപ്പോഴത്തേക്കും സഞ്ജു വന്നിട്ട് പറയും, ദിനേശൻ ഞങ്ങളൊന്ന് നിന്നേന്ന് പറയൂ കേട്ടോ, പ്രശ്നം ഉണ്ടാക്കാതെ തിരിച്ചു കൊടുത്തേക്കാൻ പറയാണ് കേട്ടോ. അപ്പോഴത്തേക്കും അമ്മുവും കൂടി അവിടെ വരും കേട്ടോ. അപ്പോഴത്തേക്കും ആകെ ദിനേശൻ പൊട്ടു. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ പറയുകയാണ്, ഞാൻ പറയാൻ പ്രഭേട്ടാന്ന് പറഞ്ഞ കവിത പറയണം, എൻ്റെ റൂമിൽ എൻ്റെ ലാപ്ടോപ്പിൽ കുത്തിയിട്ടിരുന്ന പെൺഡ്രൈവ് ദിനേശൻ ഊരെടുത്തുകൊണ്ട് പോയി, അതങ്ങോട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നതെന്നൊക്കെ പറയുകയാണ് പ്രഭേനോട്. പെൺഡ്രൈവ് എടുത്തുനിന്ന് പറഞ്ഞ സത്യം തന്നെയാണ്. അതിനു മുന്നേ ഈ പെൺഡ്രൈവ് അവിടെ നിന്ന് കിട്ടി, ഇത് എന്നെ മോശക്കാരനാക്കാൻ ശ്രമിക്കുന്നവർ ഇതുകൂടി അറിയണമെന്ന് പറയുകയാണ് നമ്മുടെ ദിനേശൻ. എൻ്റെ റൂമിൽ കയറി എൻ്റെ ബെഡ്റൂമിൽ നിന്ന് കവിത കട്ടെടുത്തുകൊണ്ട് പോയതാണ് എൻ്റെ പെൺഡ്രൈവ്, അതാണ് ഞാൻ തിരിച്ചെടുത്തതെന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പോൾ കവിത പറയും, അയ്യോ പച്ച കള്ളാണ് ഈ ദിനേശൻ പറയുന്നതെന്നൊക്കെ പറയുകയാണ്. എനിക്ക് നീ അത് മേടിച്ച് തരുന്നുണ്ടോ, തരം പോലെ ഈ ദിനേശൻ പല കാര്യങ്ങളും പറയും എന്ന് പറയണം. അപ്പോൾ പ്രഭ പറയുകയാണ്, ദിനേശൻ്റെ പോക്കറ്റിലുണ്ട് ആ പെൺഡ്രൈവ് എന്ന് പറയുകയാണ്. എന്നിട്ട് സഞ്ജു പറയാണ്, ദിനേശങ്ങൾ എന്താണെങ്കിലും ശരി ആ പെൺഡ്രൈവ് അങ്ങോട്ട് തിരിച്ചു കൊടുത്തേക്കാൻ പറയാൻ കേട്ടോ. അപ്പോൾ ഇങ്ങനെ അമ്മ ഇങ്ങനെ ചിന്തിക്കുകയാണ്, ദൈവമേ എന്താണെന്ന് അറിയാണ്ടാണല്ലോ അദ്ദേഹം ഈ പരിപാടിയൊക്കെ കാണിക്കുന്നത് എന്ന് അമ്മ ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുകയാണ്.
എന്നിട്ട് പ്രഭ പറയുകയാണ്, എന്തിനാ ദിനേശ് അങ്ങനെ കള്ളത്തരം പറയുന്നത്, നിന്റെ സ്വഭാവം എല്ലാവർക്കും അറിയാം, നീ എടുത്തത് കവിതയുടെ പെൻഡ്രൈവ് തന്നെയാണ്, ആ പെൻഡ്രൈവ് നീ കവിതയ്ക്ക് കൊടുക്കാൻ പറയുകയാണ് പ്രഭ ദിനേശിനോട്. പറഞ്ഞ പ്രഭ പറയും, ദിനേശൻ ഇനി തരുമെന്ന് തോന്നില്ല, ഇനി അത് പിടിച്ച് വാങ്ങി കൊടുക്കണം എന്ന് പറയും കേട്ടോ. അപ്പോഴത്തേക്കും സഞ്ജു പറയും, എന്നെ കൊണ്ട് ഇനി ഇയാൾ ദിനേശനെ പോക്കറ്റുമ്പോൾ പിടിച്ച് വലിച്ച് സഞ്ജു അതങ്ങ് എടുക്കാൻ നോക്കുകയാണ് കേട്ടോ. അവർ തമ്മിൽ അടിയിടുകയാണ് അവിടെ കിടന്ന്. അങ്ങനെ ദിനേശൻ പറയണ്ട, മോനെ അത് കൊടുക്കല്ലേ ആ കവിതയ്ക്ക് കൊടുക്കല്ലേ മോനെ, സത്യമായിട്ട് അത് എൻ്റെ പെൻഡ്രൈവ് ആണെന്നൊക്കെ പറയാണ് കേട്ടോ. പക്ഷെ അതൊന്നും സഞ്ജു ചെവിക്കൊള്ളുന്നില്ല. പറയാണ് സഞ്ജു, ഇനിയെങ്കിലും ദിനേശാണെങ്കിൽ മറ്റുള്ളവരുടെ മുതൽ ആഗ്രഹിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് സഞ്ജു വാണിംഗ് കൊടുക്കുകയാണ്. തിരിച്ചു പോയത് മാറ്റാൻ പറ്റുമോ, സഞ്ജു കൂടെയുള്ളതുകൊണ്ട് എനിക്കത് തിരിച്ചു കിട്ടിയെന്നൊക്കെ പറഞ്ഞ കവിത അങ്ങനെ പറയുകയാണ്. അപ്പോൾ ആ ഫയലിൻ്റെ കാര്യത്തിൽ ഒരു തീർപ്പ് ഏൽപ്പിക്കുക അപ്പച്ചി എന്നൊക്കെ പറയാണ് സഞ്ജു. കഴിഞ്ഞിട്ട് വല്ല കാര്യം ഉണ്ടായിരുന്നോ ദിനേശ്, അത് കൊടുത്താൽ മതിയില്ലായിരുന്നു എന്ന് പ്രഭ ചോദിക്കുകയാണ്. അപ്പോൾ കവിത പറയുകയാണ്, ഇതിലെന്താണെന്ന് വ്യക്തമായിട്ട് ദിനേശിന് അറിയാം പ്രഭേട്ട, ചിലരുടെ മുഖം രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള പരക്കം പാച്ചിലായിരുന്നു ദിനേശിൻ്റെ ഇതെന്ന് പറയുകയാണ്. അപ്പോൾ പ്രഭയ്ക്കൊരു ചെറിയൊരു സംശയം തോന്നുവാണ് കേട്ടോ. കവിത പറയുകയാണ്, ഒളിപ്പിച്ചു വെച്ച പല സത്യങ്ങളും പുറം ലോകം അറിയാൻ പോവുകയല്ലേ എന്നൊക്കെ പറയുകയാണ് കവിത. അപ്പോൾ പ്രഭ അങ്ങനെ ഭയങ്കര കൺഫ്യൂഷനായിട്ട് ആലോചിച്ച് നിൽക്കുകയാണ്. വീണ്ടും കവിത റൂമിലേക്ക് വന്ന് വാതിലടച്ചിട്ട് പെൻഡ്രൈവ് കുത്തുകയാണ്. ഒളിപ്പിച്ചു വെച്ചേക്കുന്ന രഹസ്യം ഇന്ന് എല്ലാവരും അറിയും അമ്മു, ഭർത്താവ് ആരാന്നറിയാതെ താലിയും ഇട്ട് നടക്കാണ് അവളെന്നൊക്കെ പറയുകയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ലാപ്ടോപ്പിലേക്ക് കുത്തുമ്പോൾ പെൻഡ്രൈവ് വർക്ക് ആവണില്ല കേട്ടോ. അപ്പോഴത്തേക്ക് ദിനേശൻ വാതിൽ തുറന്നു വന്നിട്ട് കവിതയുടെ റൂമിലിരുന്ന് ചിരിക്കുകയാണ് കേട്ടോ, ഹ എന്ന് പറഞ്ഞ്. കവിതയോട് ചോദിക്കുകയാണ്, ഇതാണ് അമ്മുവിൻ്റെ ഭർത്താവ്, കണ്ടിട്ട് മനസ്സിലാവുന്നില്ല അല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് ദിനേശൻ പുച്ഛത്തോടെ. എന്ന് കഴിഞ്ഞിട്ട് ദിനേശൻ പറയുകയാണ്, നീ അമ്മുവിൻ്റെ കല്യാണ ഫോട്ടോയിൽ കാണാൻ നോക്കിയത് ആരെയാ, ഓ ചിമ്പാൻസി ആണോടി കവിത കണ്ടത്, അയ്യേ അമ്മുവിൻ്റെ കല്യാണ ഫോട്ടോ കാണാൻ വേണ്ടി നോക്കിയതാണ്, എന്നിട്ട് കവിത കണ്ടത് ചിമ്പാൻസി, ദേ മര്യാദയ്ക്ക് അവിടെ മിണ്ടാണ്ട് അവിടെ നിന്നു എന്നൊക്കെ പറഞ്ഞ കവിത ദിനേശിനെതിരെ വിരൽ ചൂണ്ടുകയാണ് കേട്ടോ. നിനക്ക് മാത്രമാണ് ബുദ്ധിയുള്ളെന്ന് കരുതിയത്, ബാക്കിയുള്ളവരും എല്ലാവരും മണ്ടന്മാരാന്നുള്ള നിന്റെ തോന്നൽ ഇപ്പം ശരിയല്ലാന്ന് നിനക്ക് മനസ്സിലായില്ലേ എന്നൊക്കെ പറയുകയാണ് കവിതയോട് ദിനേശൻ. തുള്ളി കൊണ്ട് താഴെ വരുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാമായിരുന്നു, ഇത് തന്നെയാണ് കിട്ടിയ സമയം കൊണ്ട് ഞാനൊരു മറ്റൊരു പെൻഡ്രൈവ് പോക്കറ്റിലിട്ടേന്ന് ദിനേശൻ പറയുകയാണ്. നീ അതിന് എല്ലാത്തിനും കൂട്ടു നിൽക്കുന്നുണ്ടെന്ന് എനിക്കറിയാം, അതിന് നിൽക്കേണ്ട ഒരു തക്കതായിട്ടുള്ള കാരണമുണ്ട് എന്നൊക്കെ എനിക്കറിയാമെന്നൊക്കെ കവിത പറയുകയാണ്. എന്തായാലും നിന്നെ ബാധിക്കുന്ന കാര്യമല്ല, നീ അതുകൊണ്ട് അതിനെപ്പറ്റി ചിന്തിക്കേണ്ടെന്നൊക്കെ ദിനേശൻ പറയുകയാണ് കവിതയോട്. പറയുകയാണ്, പണത്തിന് വേണ്ടി എന്തും ചെയ്യാത്ത നീ അമ്മുവിൻ്റെ കൂടെ കൂടിയതിന് എനിക്ക് ലക്ഷ്യം മനസ്സിലായി, എന്തായാലും അവൻ ആരാണെങ്കിലും അമ്മുവിനെ കിട്ടിയവൻ ആരാണെങ്കിലും അത് മംഗലശ്ശേരിയുടെ ശത്രുവാണെന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ദിനേശനൊന്നും മിണ്ടുന്നില്ല കേട്ടോ. ദിനേശനെ ആട്ടി വിടുകയാണ് നമ്മുടെ കവിത ഇറങ്ങി പോകാൻ പറയുന്നത്. ദിനേശൻ നേരെ സഞ്ജുവിൻ്റെ റൂമിലേക്കാണ് പോകുന്നത്. അന്ന് കഴിഞ്ഞിട്ട് സഞ്ജുവിനോട് പറയുകയാണ്, എന്തായാലും ആ പെൻഡ്രൈവിലുള്ള സാധനം കൊള്ളാമെന്ന് പറയുകയാണ്. അപ്പോൾ സഞ്ജു ആണ് കൊടുത്തത് പെൻഡ്രൈവ്, അത് കുറച്ച് ചിമ്മാൻസികളുടെയും മൃഗങ്ങളുടെയും ഫോട്ടോസായിരുന്നു എന്തായാലും എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ സഞ്ജു പറയാണ്, അങ്കിള് പെട്ടെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് അതാ കിട്ടിയത്, അതുകൊണ്ടാണ് അത് തന്നതെന്ന് പറയണം. എന്നിട്ട് മറ്റേ പെൻഡ്രൈവ് നമ്മുടെ സഞ്ജുവിൻ്റെ കയ്യിൽ സേഫായിട്ട് തന്നെ ദിനേശനെ ഏൽപ്പിക്കുകയാണ്. കിട്ടിയ അറിവ് വെച്ചാണ് എന്തായാലും അവൾ രാജുവിനെ കുടഞ്ഞിരിക്കുന്നതെന്നൊക്കെ ദിനേശൻ പറയുകയാണ്. എന്തായാലും അമ്മുവിൻ്റെ ഭർത്താവിനെ തേടാൻ വേണ്ടിയിട്ടാണ് അപ്പച്ചി ഈ മാതിരി ഇതൊക്കെ കാണിച്ചതെന്നൊക്കെ സഞ്ജു പറയുകയാണ്. ഈ സ്വാതി ഡിറ്റക്റ്റീവിനെ ഏർപ്പാടാക്കിയ കാര്യങ്ങളൊക്കെ അപ്പച്ചിക്ക് അറിഞ്ഞ് അപ്പച്ചി ഡിറ്റക്റ്റീവിനെ തേടി പോയാലോ എന്നൊക്കെ ഇങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ് സഞ്ജു. അത് കഴിഞ്ഞിട്ട് അപ്പോൾ തന്നെ ദിനേശനെ ആശ്വസിപ്പിക്കുകയാണ്, അവൾ അത്ര വലിയ കാര്യമായിട്ടൊന്നും എടുത്തിട്ടില്ല, മോൻ അതിനെക്കുറിച്ച് ടെൻഷൻ അടിക്കേണ്ട, എന്തായാലും മോനെ പെൻഡ്രൈവ് അങ്ങ് നശിപ്പിച്ച് കളഞ്ഞേക്കാൻ സഞ്ജുവിനോട് പറയുകയാണ് ദിനേശൻ. നമ്മുടെ കയ്യിൽ അത് വേണ്ടാന്ന് പറഞ്ഞ് ദിനേശൻ അവിടെ നിന്ന് പോവുകയാണ്. അത് കഴിഞ്ഞിട്ട് സഞ്ജു ഇങ്ങനെ അത് ആലോചിച്ച് നിൽക്കുകയാണ്, എങ്ങനെയാണ് എപ്പിസോഡ് വരുന്നത്. നാളത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂമായിട്ട് നാളെ കാണാം. എന്തായാലും രണ്ടിലെ എപ്പിസോഡ് കാണാൻ ആഗ്രഹിക്കുന്നവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.